എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടി വിയുടെ ഹെവൻലി മെലഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സങ്കീർത്തനം 35:28. എൻ്റെ നാമം എന്നും നിൻ്റെ നീതിയെയും നാളെല്ലാം നിൻ്റെ സ്തുതിയെയും വർണ്ണിക്കും. നമ്മുടെ നാവ് നമുക്കുള്ളതെല്ലാം ദൈവമഹത്വത്തിനായിട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത്. ഈ എപ്പിസോഡിലേക്ക് ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ ഒപ്പമായിരിക്കുക നമുക്കൊക്കെ പ്രിയങ്കരനായ അലക്സാണ്ടർ കൊച്ചിക്കാരൻ വീട്ടിലച്ഛനാണ്. ചരിത്രകാരൻ്റെ ഒറ്റമശ്ശേരിക്കാരുടെ സ്വന്തം അലക്സാണ്ടർ അച്ഛൻ. അലക്സാണ്ടർ അച്ഛൻ്റെ വിശേഷങ്ങളാണ്, അച്ഛൻ്റെ മനോഹരമായ പാട്ടുകളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട അലക്സാണ്ടർ അച്ഛ, ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടി വിയുടെ ഹെവൻലി മെലഡീസിൻ്റെ ഈ ഒരു ഫ്ലോറിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ് അച്ഛാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. എപ്പോഴും സ്തുതിയായിരിക്കും. സുഖമായിരിക്കുന്നല്ലേ അച്ഛാ? സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. നീണ്ട യാത്രയൊക്കെ ഷാലോം ടി വിയുടെ അല്ലേ ഈ ഫ്ലോറിലേക്ക് വരാണ്ട് യാത്രയൊക്കെ അച്ഛൻ തന്നെ ഡ്രൈവ് ചെയ്ത് വന്ന് ക്ഷീണമൊക്കെ ഉണ്ട് അല്ലേ? ഒരു 9 മണിക്കൂറോളം യാത്ര ചെയ്തു. ഞാനും എൻ്റെ കസിനും കൂടെയാണ് വന്നത്. ഒരു 9 മണിക്കൂറോളം യാത്ര ചെയ്തു. ഇന്നലെ രാത്രി ഒരു 1:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. ഫ്രഷായപ്പോൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം. എനിക്ക് ഒത്തിരി പ്രിയങ്കരനായ ഒരു അച്ഛനാണ് അച്ഛാ. അച്ഛനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്ത അച്ഛാ ആദ്യം. ഞാൻ ഫാദർ അലക്സാണ്ടർ കൊച്ചിക്കാരൻ വീട്ടിൽ. ഞാൻ ആലപ്പുഴ രൂപത അംഗമാണ്. എൻ്റെ വീട് ആലപ്പുഴയിലെ ചെട്ടിക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. എനിക്ക് എൻ്റെ കുടുംബത്തിൽ അപ്പച്ചൻ്റെ പേര് വർഗീസ്, അമ്മ എലിസബത്ത്, പിന്നെ എനിക്ക് മൂത്തതൊരു പെങ്ങളാണ്. പെങ്ങളുടെ പേര് സിനി എന്നാണ്. ചേട്ടൻ്റെ പേര് സുനിൽ. ഞങ്ങൾ 3 മക്കളാണ്. അപ്പോൾ ഞാൻ 10ാം ക്ലാസ് കഴിയണ സമയത്താണ് എൻ്റെ ചേട്ടനാണ് ആദ്യമായിട്ട് വൈദികനായി പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചേട്ടൻ വൈദികനാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതും. പക്ഷേ 10ാം ക്ലാസ് കഴിയണ സമയത്ത് ചേട്ടനെ പെട്ടെന്ന് ആ ഒരു ചിന്തയിൽ നിന്ന് മാറുകയുണ്ടായി. പിന്നീട് എൻ്റെ അപ്പനാണ് എന്നോട് പറയുന്നത് ഞാൻ വൈദികനാകണമെന്നുള്ളത്. ശരിക്കും അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ വൈദികനാകണമെന്ന് ചിന്തിച്ചിരുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ആ സമയത്ത് അപ്പൻ പറഞ്ഞു +1 +2 പുറത്തുനിന്ന് പഠിച്ചതിന് ശേഷമാണ് പിന്നീട് ഈ വൈദിക പട്ടത്തിലേക്ക് ഞാൻ കടന്നു വരുന്നത്. അതും ഞാൻ ITA പഠിക്കുവാൻ വേണ്ടി ഫോമൊക്കെ വാങ്ങിച്ച് കയ്യിൽ വെച്ചിരിക്കുന്ന സമയത്ത്, വെക്കേഷൻ്റെ സമയത്ത് ഒരു 2 ആഴ്ചക്കാലം വെക്കേഷൻ ഉള്ള സമയത്ത് എൻ്റെ ചിറ്റപ്പനുണ്ട്, കപ്പൂച്ചൻ വൈദികനാണ്, ഫ്രാൻസിസ് എന്ന് പറയും. അച്ഛനാണ് എന്നെ ആദ്യമായിട്ട് കപ്പൂച്ചനിലാണ് ക്യാമ്പ് കൂടാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ചെന്നു. ഡൽഹിയിൽ പിന്നെ ഡൽഹിയിലേക്ക് മിഷൻ ഓപ്റ്റ് ചെയ്തു. അതെല്ലാം റെഡിയായി പോകുവാൻ വേണ്ടി ഇരിക്കുമ്പോൾ അന്നത്തെ ഞങ്ങളുടെ ഇടവക മാതൃദേവാലയമായ തുമ്പോളി ദേവാലയത്തിൽ സെൻറ്റ് തോമസിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിലിരിക്കുന്ന വികാരി അച്ഛൻ സ്റ്റീഫൻ പഴമ്പാശ്ശേരി അച്ഛൻ എന്ന് പറയും. അച്ഛൻ അന്ന് പറഞ്ഞൊരു കാര്യം, പോകുന്നുണ്ടെങ്കിൽ രൂപതാ വൈദികനാകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെപ്പാടെ കൺഫ്യൂസ്ഡായി. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കപ്പൂച്ചനിൽ ചേരണമെന്ന് ആഗ്രഹിച്ച് സന്തോഷത്തോടെ ഇരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, അപ്പനോട് പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അപ്പൻ പറഞ്ഞു, ഒരു പുരോഹിതൻ്റെ വാക്കാണ്, നമ്മൾ നിരസിക്കാൻ പാടില്ല, അത് ദൈവഹിതമായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനൊരു രൂപതയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്, ബ്രദറായിട്ട് ചേരുന്നതും ഇന്ന് ഒരു രൂപതാ വൈദികനായിട്ട് നിൽക്കുന്നതും. ഒത്തിരി സന്തോഷം. അച്ഛൻ്റെ ഒത്തിരി വിശേഷങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. അച്ഛനെ പലപ്പോഴും കൂടുതലും നിങ്ങൾ കണ്ടിരിക്കുന്നത് കൃപാസന ശുശ്രൂഷയുടെ അവിടുത്തെ ബലിപീഠത്തിൽ വെച്ചായിരിക്കും. നമുക്ക് ആ വിശേഷങ്ങളൊക്കെ അറിയാം. ആദ്യം നമുക്ക് അച്ഛൻ്റെ ഒരു പാട്ടുണ്ട്, ഈ ഇടയ്ക്ക് അച്ഛൻ എഴുതിയ കൃപാസനം മാതാവുമായിട്ട് ബന്ധപ്പെട്ട്. അത് എനിക്കും അച്ഛൻ്റെ കൂടെ പങ്കുകാരാൻ പറ്റി എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ആ ഒരു ഗാനം നമുക്ക് കേട്ടിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. ശരി അച്ഛൻ. അമ്മതൻ കൈത്തൊട്ടിലിൽ ചാഞ്ചക്കം മാടുന്നൊരാരോമൽ ഞാനൊന്നുറക്കെ കരഞ്ഞാൽ ഓടി വന്നമ്മ മുത്തം നൽകും. എൻ്റെ അമ്മേ കൃപാ
കൃപാസനം നാഥേ. അമ്മതൻ കൈത്തൊട്ടിലിൽ ചാഞ്ചക്കം മാടുന്നോരാരോമൽ ഞാനൊന്നുറക്കെ കരഞ്ഞാൽ ഓടി വന്നമ്മ മുത്തം നൽകും. എൻ്റെ അമ്മേ കൃപാസനം നാഥേ. വാഗ്ദാന പേടകമമ്മ കേഴുന്നോർക്കെന്നെന്നും ആശ്വാസവും. വാഗ്ദാന പേടകമമ്മ കേഴുന്നോർക്കെന്നെന്നും ആശ്വാസവും. സഞ്ചരിച്ചെന്നെന്നും സാന്നിധ്യമേകുന്ന സഞ്ചരിച്ചെന്നെന്നും സാന്നിധ്യമേകുന്ന സ്വർലോകരാജ്ഞി നീ. കൃപാസനം നാഥേ. കൃപാസനം നാഥേ. കൃപാസനം നാഥേ. അമ്മതൻ കൈത്തൊട്ടിലിൽ ചാഞ്ചക്കം മാടുന്നോരാരോമൽ ദൈവപിതാവിൻ പ്രിയപുത്രിയും പുത്രനാമേശുവിൻ അമ്മയും നീ. ദൈവപിതാവിൻ പ്രിയപുത്രിയും പുത്രനാമേശുവിൻ അമ്മയും നീ. പാവനാത്മാവിൻ പ്രിയമേറും മണവാട്ടി. പാവനാത്മാവിൻ പ്രിയമേറും മണവാട്ടി. സ്വർലോകരാജ്ഞി നീ. കൃപാസനം നാഥേ. കൃപാസനം നാഥേ. കൃപാസനം നാഥേ. അമ്മതൻ കൈത്തൊട്ടിലിൽ ചാഞ്ചക്കം മാടുന്നോരാരോമൽ ഞാനൊന്നുറക്കെ കരഞ്ഞാൽ ഓടി വന്നമ്മ മുത്തം നൽകും. എൻ്റെ അമ്മേ കൃപാസനം നാഥേ. അലക്സാണ്ടർ ഷാ, വളരെ 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 മനോഹരമായിരിക്കും ഈ വേദി ധന്യമായതുപോലെ. ഒത്തിരി വർഷത്തെ എനിക്ക് തോന്നുന്ന കൃപാസനം ബലിപീഠത്തിൽ ആ ശുശ്രൂഷയുടെ ആ ഒരു ദിവ്യ അനുഭവത്തിൽ നിന്ന് അച്ഛൻ തന്നെ എഴുതി സംഗീതം ചെയ്ത മനോഹരമായൊരു ഗാനം. അച്ഛൻ്റെ ശബ്ദത്തിൽ അത് കേട്ടപ്പോൾ നല്ല ഫീലായിരുന്നു. ഈ പാട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയുക വെച്ചാൽ. അച്ഛാ, ഞാൻ കൃപാസനത്തിൽ ഒരു വർഷം ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് സേവനമനുഷ്ഠിക്കുവാൻ അനുഗ്രഹം കിട്ടിയ ഒരു വൈദികനാണ്. ഞാനിപ്പോൾ വൈദികനായിട്ട് 7 വർഷം ആകുന്നു. പക്ഷേ ഈ 7 വർഷത്തിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ
എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു ആ കൃപാസനത്തിൽ ഒരു വർഷം ശുശ്രൂഷ ചെയ്യാൻ പറ്റി എന്നുള്ളത്. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ അമ്മയുടെ സന്നിധിയിൽ വരികയും അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥന എടുത്തുകൊണ്ട് തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച് സാക്ഷ്യപ്പെടുത്തി ജീവിക്കുന്നത് കാണുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ്, അനുഗ്രഹമാണ്. ഈ ഒരു വർഷക്കാലം അവിടെ VP ജോസഫ് അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു ഒരു അമ്മയുടെ ഒരു ഗാനം ചെയ്യണമെന്നുള്ളത്. അപ്പം അത് പലപ്പോഴും അവിടെ കൃപാസനത്തിലായിരിക്കുന്ന സമയത്ത് അവിടുത്തെ ആരാധന ചാപ്പലുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് പോയിരുന്ന് ഞാൻ പലതവണ രാത്രികളിലൊക്കെ ജപമാല ചെല്ലുന്ന സമയത്ത് ഞാൻ ഈ ഒരു ആഗ്രഹം അമ്മയോട് പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. ബേസിക്കലി ഞാനൊരു മ്യൂസീഷ്യനല്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഒരു ഇൻസ്ട്രുമെൻ്റ് ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്കറിയില്ല എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ അതും അറിയില്ല. പക്ഷേ പലപ്പോഴും ഈ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് മനസ്സിലെന്തെങ്കിലുമൊക്കെ ഒരു ട്യൂൺ വരുമ്പോൾ, ഒരു ഈണം വരുമ്പോൾ അത് പ്രാർത്ഥിക്കാറുണ്ട് അത് വെച്ചുകൊണ്ട്. അപ്പോൾ പരിശുദ്ധമ്മയുടെ ഈ ഗാനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നപ്പോൾ തന്നെ അച്ഛനെ തന്നെ അറിയാം, നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ തമ്മിലുള്ള സൗഹൃദമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു ഗാനം ഒന്ന് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ പൗരോഹിത്യ ദിവസമാണ് ഈ പാട്ട് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യണത്. അത് ഞാനും അച്ഛനും ഒരുമിച്ച് കൃപാസനത്തിൽ പോയി. അന്ന് ശരിക്കും അതിൻ്റെ അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ വാർഷികം വന്ന സമയത്ത് തിരക്കുള്ള ദിവസം അല്ലേ? തിരക്കുള്ള ദിവസം തിരക്ക് മാറ്റി അച്ഛൻ നമ്മൾക്ക് ബ്ലെസ്സിങ് എന്നൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. അത് എനിക്കും ഈ പാട്ടിൻ്റെ കൂടെ പങ്കുകാരൻ ആകാൻ പറ്റിയതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. നമ്മൾ 3 പേരാ, മൂന്നാമത് നമ്മുടെ ചാൻസലർ അച്ഛനാ അല്ലേ, ജൂഡ് ജോസഫ് അച്ഛൻ. അച്ഛൻ്റെ ഓർക്കസ്ട്രേഷൻ വളരെ മനോഹരമായിരുന്നു കേട്ടോ, വീണയൊക്കെ വെച്ചിട്ട്. ഇത് എൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തേക്കണത് ഇത് ഞാൻ എൻ്റെ പാട്ടുകളൊക്കെ എല്ലാം തന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് ഓഡിയോ മാക്ടിസ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോയിലാണ്. അപ്പം അതിൽ വിനീത് എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, പാതിരപ്പള്ളി അതെ, വിനീത് എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്. അപ്പം അത് വർഷങ്ങളായിട്ട് ഞങ്ങൾ തമ്മിൽ ഒരുപാട് ആത്മബന്ധമുണ്ട്. വിനീത് എൻ്റെ ഒരു സ്പിരിച്വൽ സൺ കൂടെയാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ എല്ലാ ആത്മീയമായ കാര്യങ്ങൾക്കും അവൻ എന്നെയാണ് സമീപിക്കാറുള്ളത് പലപ്പോഴും. അപ്പം വിനീത് നല്ല ബ്ലെസ്സിങ് ഉള്ളൊരു പയ്യനാണ്. വിനീതിൻ്റെ ഫാമിലി ആണെങ്കിൽ വിനീതിൻ്റെ അപ്പൻ നല്ലൊരു മ്യൂസീഷ്യനാണ്. വിനീതിൻ്റെ സഹോദരി നല്ലൊരു ഗായികയാണ്. വിനീതിൻ്റെ സഹോദരനുണ്ട്, നന്നായിട്ട് ഡ്രംസൊക്കെ വായിക്കുന്ന ഒരാളാണ്. വിനീതാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മിക്സിങ്, പ്രോഗ്രാമിങ്, ഓർഗൺ, എല്ലാ കാര്യങ്ങളും, ഓർക്കസ്ട്രേഷൻ എല്ലാം ചെയ്യുന്ന ശരിക്കും ആ ഒരു ഫാമിലി ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. ഒത്തിരിയേറെ കർത്താവിൻ്റെ കൃപയുള്ള മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്നാൽ പ്രാർത്ഥനയുള്ള ഒരു ഫാമിലിയാണ്. അതിരപ്പള്ളിയിൽ ആ സ്റ്റുഡിയോയും നന്നായിരിക്കുന്നുണ്ട്, വളരെ മനോഹരമായിട്ട്, നല്ല ആംബിയൻസും ഒക്കെ. അതെ, അവിടെ ഒരു 12 സ്റ്റുഡിയോ ഉണ്ട് അതിൻ്റെ അകത്ത് തന്നെ. ഇപ്പോൾ ഫിലിം വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്, ഫുൾ ബിസിയാണ് വിനീതും അവിടെയുള്ള എല്ലാവരും. അപ്പോൾ വിനീതിന് ഇനിയും ഒത്തിരി പാട്ടുകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് അങ്ങനെയാണെങ്കിൽ അച്ഛാ അടുത്തൊരു ഗാനത്തിലേക്ക് പോകാം. അച്ഛൻ്റെ അടുത്തൊരു പാട്ടിലേക്ക് നമുക്ക് പോയിട്ട് അടുത്ത വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. യെസ്. ഉയർത്തുന്ന വൈദികൻ കയ്യിലയപ്പവും കാസയിലുയർത്തുന്ന വീഞ്ഞും വൈദികൻ കയ്യിലയപ്പവും നിൻ തിരുരക്തമായി മാറ്റൂ, നിന്റെ ശരീരമായി മാറ്റൂ. സ്വീകരിക്കണമേ ഈ കാഴ്ചകൾ, സ്വീകരിക്കണമേ നാഥാ, സ്വീകരിക്കണമേ ഈ കാഴ്ചകൾ, സ്വീകരിക്കണമേ നാഥാ. കാസയിലുയർത്തുന്ന വീഞ്ഞും വൈദികൻ
വൈദികൻ കയ്യിലെയപ്പവും ഈ ബലിയർപ്പിക്കും വേദിയിൽ നിന്നെ ഭാഗിച്ചു നൽകിയിടുമ്പോ ഈ ബലിയർപ്പിക്കും വേദിയിൽ നിന്നെ ഭാഗിച്ചു നൽകിയിടുമ്പോ നിനക്കായി മുറിയാനായി നിന്നിലലിയാനായി നിനക്കായി മുറിയാനായി നിന്നിലലിയാനായി എന്നെയും നീ കൈക്കൊള്ളണേ കൈക്കൊള്ളണേ സ്വീകരിക്കേണമേ ഈ കാഴ്ചകൾ സ്വീകരിക്കണമേ നാഥാ ആസയിലുയർത്തുന്ന വീഞ്ഞും വൈദികൻ കയ്യിലെയപ്പവും നിൻ സ്നേഹം മാംസവും രക്തവുമാ എന്നാവിലലിയുന്ന ഈ വേളയിൽ നിൻ സ്നേഹം മാംസവും രക്തവുമാ എന്നാവിലലിയുന്ന ഈ വേളയിൽ നിന്നെ അറിയാനാ നിന്റേതാകാനാ നിന്നെ അറിയാനായി നിന്റേതാകാനാ എന്നെയും നീ കൈക്കൊള്ളണേ കൈക്കൊള്ളണേ സ്വീകരിക്കേണമേ ഈ കാഴ്ചകൾ സ്വീകരിക്കണമേ നാഥാ ആസയിലുയർത്തുന്ന വീഞ്ഞും വൈദികൻ കയ്യിലെയപ്പവും കാസയിലുയർത്തുന്ന വീഞ്ഞും വൈദികൻ കയ്യിലെയപ്പവും നിൻ തിരുരക്തമായി മാറ്റൂ നിന്റെ ശരീരമായി മാറ്റൂ സ്വീകരിക്കണമേ ഈ കാഴ്ചകൾ സ്വീകരിക്കണമേ നാഥാ സ്വീകരിക്കണമേ ഈ കാഴ്ചകൾ സ്വീകരിക്കണമേ നാഥാ. അലക്സാണ്ടർ ചാ, വളരെ സുന്ദരമായൊരു ഗാനം. പ്രത്യേകിച്ച് കാസയും പിലാസ് ഉയർത്തി പുരോഹിതൻ കാർമ്മികനെ നിൽക്കുമ്പോൾ കാർമ്മികനെയും അതുപോലെ തന്നെ ദൈവജനത്തെയൊക്കെ സ്വർഗത്തിലേക്ക് ഉയർത്താൻ പറ്റുന്ന വളരെ സുന്ദരമായ ഗാനം. അച്ഛൻ്റെ വരികൾ, അച്ഛൻ്റെ സംഗീതം. ഈ പാട്ടിൻ്റെ വിശേഷങ്ങളെന്ന്? ഈ ഗാനം എൻ്റെ ആദ്യത്തെ പാട്ടാണിത്. ഞാൻ ചെയ്ത ഏറ്റവും ആദ്യത്തെ പട്ടത്തിന് ശേഷമല്ലേ പാട്ടുകൾ? പട്ടത്തിന് ശേഷമാണ് ചെയ്തത്. എങ്കിലും ഈ പാട്ട് ഞാൻ ഫിലോസഫി സെക്കൻഡായിരിക്കുന്ന സമയത്താണ് ഒരു ട്യൂൺ ആദ്യമായിട്ട് കിട്ടുന്നത്. അപ്പോൾ എനിക്കറിയില്ല പാട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പക്ഷേ
നമ്മളുടെ കൂടെയുള്ള ബ്രദർമാരൊക്കെ പാട്ട് ചെയ്ത് പാടുന്നൊരു സമയമാണത്. അപ്പോൾ ഞാൻ ഫിലോസഫിയിൽ കൊയർ മെമ്പറായിട്ട് ജോയിൻ ചെയ്തൊരു സമയമാണ്. അപ്പോൾ ആ സമയത്താണ് ഈ പാട്ട് ആദ്യമായിട്ട് മനസ്സിലോട്ട് ട്യൂണ് വരുന്നത്. അപ്പോൾ ഞാനിത് പലതവണ എഴുതിയിട്ട് ഒന്നും ആ ഒരു മനസ്സതൊന്നും ഒക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് എൻ്റെ സ്പിരിച്വൽ ഫാദർ സേവർ കാര്യവള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചി രൂപതയിൽ, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പ്രശസ്തനായിട്ടുള്ളൊരു വചനപ്രഘോഷകനൊക്കെ ആയിരുന്നു. നന്നായിട്ട് വചനം പറയുകയും നന്നായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സ്പിരിച്വൽ ഫാദറാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ പാട്ട് കൊണ്ടേ കാണിച്ച അച്ഛനെയാണ്. അച്ഛൻ ഈ പാട്ട് എടുത്തിട്ട് അച്ഛൻ നോക്കി ഒരു തവണ കറക്റ്റ് ചെയ്ത് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളെപ്പോൾ മലയാളം പഠിപ്പിക്കുന്ന പ്രൊഫസർ പ്രീമൂസ് സാറാണ്, പ്രീമൂസ് പരിചരി സാർ. അപ്പോൾ സാറ് മലയാളം എന്തുണ്ടെങ്കിലും ചെറിയൊരു ഇതാണെങ്കിൽ പോലും വളരെ ക്ലിയറായിട്ട് കറക്റ്റ് ചെയ്യുന്ന ആളാണ്. നമ്മളുടെ POCയിൽ ഈ പുതിയ വെർഷൻ നമ്മുടെ ഇതിറക്കുമ്പോൾ, കുർബാനയുടെ ഇതിറക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു പങ്ക് സാറിനുണ്ട്. അപ്പോൾ സാറിനെ കൊണ്ട് ഞാനത് കാണിച്ചു. സാറും കൂടെ തിരുത്തിയൊരു ഗാനമാണ് ഇതിൻ്റെ ലിറിക്സ്. ഞാൻ എഴുതിയതാണെങ്കിലും അതിൽ കുറേ കറക്ഷൻസൊക്കെ സാറ് തന്നിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യണം എന്നുള്ള ആഗ്രഹം പലപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മളെ കൊണ്ടൊരു ബ്രദറിനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എങ്കിലും അവിടെ ഉണ്ടായിരുന്ന ചെറിയ സാഹചര്യങ്ങൾ ഞങ്ങൾ കീബോർഡൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ അവിടെ ആ പാട്ട് കമ്പോസ് ചെയ്യുകയും ഒരു കുർബാനയിൽ അത് പാടുകയും ചെയ്തിരുന്നു. അപ്പം അന്ന് എനിക്ക് തോന്നുന്നു അത്രയും നമ്മളതായിട്ട് ചിന്തിച്ചിരുന്നില്ല ഈ ഒരു ഗാനത്തെക്കുറിച്ച്. പക്ഷേ പിന്നീട് അച്ഛനായി 1ാമത്തെ വർഷം തന്നെ ഞാൻ ഈ ഒരു കാര്യം വിനീതിനോടാണ് ഞാൻ ഈ കാര്യം പറയണത്. വിനീതുണ്ട്, അതുകൊണ്ട് നമ്മുടെ ജോസ് ചേട്ടനുണ്ട്, ആലപ്പി ജോസഫ് ഫ്ലൂട്ട് വായിക്കുന്ന ജോസ് ചേട്ടൻ. അപ്പം ജോസ് ചേട്ടനും വിനീതും ജോസ് ചേട്ടനും കൂടെയാണ്, രണ്ടുപേരും കൂടെ പറഞ്ഞിട്ടാണ് അവരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ജോസ് ചേട്ടൻ ഫ്ലൂട്ട് വായിച്ചിരിക്കുന്നത്, ഓർക്കസ്ട്രേഷൻ വിനീതാണ്. അച്ഛന് സാധാരണ ഉള്ളിലേക്ക് ആദ്യം വരുന്നത് വരിയാണോ അതോ ട്യൂണാണോ ആദ്യം വരിക? എനിക്ക് ട്യൂണാണ് വരുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ട്യൂണ് വന്നിട്ട് അതിൽ വരി എഴുതുന്നതാണ്. പിന്നെ ഇപ്പോൾ ആദ്യം അങ്ങനെയാണ്. ഇപ്പോൾ വരി കിട്ടിയിട്ട് ഇപ്പോൾ കീബോർഡൊക്കെ ചെറുതായിട്ട് കോഡൊക്കെ പിടിക്കാനൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. അലക്സാണ്ടർ അച്ഛൻ്റെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകൾ ഒത്തിരി വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. കൃപാസനം ശുശ്രൂഷയുടെ കാര്യങ്ങൾ, അച്ഛൻ്റെ പാട്ടിൻ്റെ വിശേഷങ്ങൾ, അച്ഛൻ്റെ കുടുംബത്തെപ്പറ്റി, ദൈവവിളിയെപ്പറ്റി, അർത്തുങ്കൽ പള്ളിയിലെ വലിയ മഹാ ഇടവകയിലെ കൊച്ചച്ഛനായിരുന്നപ്പോൾ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. വരുന്ന എപ്പിസോഡിൽ നമുക്ക് അച്ഛൻ്റെ വിശേഷങ്ങളും കൂടുതൽ പാട്ടുകളും നമുക്ക് കേൾക്കാം. അച്ഛാ, ഇത്ര നേരം അച്ഛൻ എന്നെക്കുറിച്ച് ചോദിച്ചു. അച്ഛനെ ഒരുപാട് പേര്, കേരളക്കാർ ഒരുപാട് പേര് ഒത്തിരി സ്നേഹിക്കുന്നവരുണ്ട്, ഇവിടെയും പുറത്തും അകത്തുമൊക്കെ ആയിട്ട്. അപ്പോൾ അച്ഛൻ്റെ ഒരു ഗാനം കേൾക്കുവാനായിട്ട് എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഒരു ഗാനം നമുക്ക് ഈ സമയത്തൊന്ന്. സന്തോഷമുള്ള അലക്സാണ്ടർ അച്ഛൻ, ഞങ്ങൾ ക്രിസ്മസിന് കുറച്ച് പാട്ട് പാടാനുണ്ട് ഭാഗ്യം കിട്ടിയ ഒരു ഓളമുള്ളൊരു പാട്ടുണ്ടായിരുന്നു. നമ്മുടെ അനീഷ് കരിമാലൂർ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ വരികളാണ് സിൻഡോ ചെറമേലച്ഛനൊക്കെ എഴുതിയ ഒരു ഡാൻസിൻ്റെ മൂടൊക്കെ ഉള്ളൊരു പാട്ടാണ്. ആ ഒരു പാട്ട് ഇപ്പോൾ പാടാം. കാലിക്കൂട്ടിൽ കൺതുറന്നു ലോകം കാത്തിരുന്ന ദിവ്യരക്ഷകൻ ഇമ്മാനുവേൽ നമ്മോടും ദൈവം കാത്തുവച്ച ലോകരക്ഷകൻ. ഗ്ലോറിയ ഗീതം പാടാം, നാഥനെ ഒന്നായി വാഴ്ത്താം, ക്രിസ്മസ് ഗീതങ്ങൾ പാടാം. അതരത്തിൽ നിറയുന്നു ജനനത്തിൻ സംഗീതം, തിരുസുതനവനണയും സമയം. വിണ്ണിലും മണ്ണിലും താരമുദിച്ചു ഹല്ലേലൂയ പാടി ആഘോഷിക്കാം. മാനവർക്ക് രക്ഷകനായി പിറന്നു സന്തോഷമായെന്ന് ആരാധിക്കാം. ഹാപ്പി 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 ക്രിസ്മസ്, മേരി 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 ക്രിസ്മസ്. ഹാപ്പി 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 ക്രിസ്മസ്, മേരി 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 ക്രിസ്മസ്.
ദീപമായി ലോകരക്ഷകനാമേശുവിന്നു ജാതന പോയിടാം എങ്ങും ദൂതുമായി ദിവ്യ ജനനത്തിൻ സന്ദേശം നൽകിടാം കൂരിരുൾ നീക്കി ദീപമായി ലോകരക്ഷകനാമേശുവിന്നു ജാതന പോയിടാം എങ്ങും ദൂതുമായി ദിവ്യ ജനനത്തിൻ സന്ദേശം നൽകിടാം കാലിക്കൂട്ടിൽ പാപം പോക്കൽ പാരിതി സർവലോകനാഥനീശൻ വന്നിതാ ലോകമെങ്ങും സാക്ഷിയായി പോയിടാം ഇനി കാരുണ്യത്തിൻ കാവലായി പോയിടാം ഇനിയെന്നും ആ ജനനം കാണാൻ കാത്തിരിക്കാം നമുക്ക് ആനന്ദ നൃത്തമാടാം ആനന്ദ നൃത്തമാടാം വിണ്ണിലും മണ്ണിലും താരമുദിച്ചു ഹല്ലേലൂയ പാടി ആഘോഷിക്കാം മാനവർക്ക് രക്ഷകനായി ഉണ്ണി പിറന്നു സന്തോഷമായി ഇന്ന് ആരാധിക്കാം ഹാപ്പി 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 ക്രിസ്മസ് മേരി 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 ക്രിസ്മസ് ഹാപ്പി 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 ക്രിസ്മസ് മേരി 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 ക്രിസ്മസ് ഭൂമിയിൽ ശാന്തി ദൂതുമായി ദൈവം വിണ്ണിന്റെ വാതിൽ തുറന്നു സ്നേഹമായി നിത്യരക്ഷയായി ദൈവത്തിൻ പുത്രനിന്ന് ജാതനായി ഭൂമിയിൽ ശാന്തി ദൂതുമായി ദൈവം വിണ്ണിന്റെ വാതിൽ തുറന്നു സ്നേഹമായി നിത്യരക്ഷയായി ദൈവത്തിൻ പുത്രനിന്ന് ജാതനായി പൊന്നുമീറ കുന്തിരിക്കും കാഴ്ച പോ എന്നെ ഇന്ന് നൽകിടുന്നു പൂർണ്ണമാ വാനദൂത സംഘമാർത്തു പാടുന്നു ഞാനിന്ന് നിന്നെ വാഴ്ത്തി പാടുന്നു ഇനിയെന്നും ആ ജനനം കാണാൻ കാത്തിരിക്കാം നമുക്ക് കർത്താവിൻ നാമം വാഴ്ത്താം ആനന്ദ നൃത്തമാടാം വിണ്ണിലും മണ്ണിലും താരമുദിച്ചു ഹല്ലേലൂയ പാടി ആഘോഷിക്കാം മാനവർക്ക് രക്ഷകനായി ഉണ്ണി പിറന്നു സന്തോഷമായി ഇന്ന് ആരാധിക്കാം ഹാപ്പി 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 ക്രിസ്മസ് മേരി 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 ക്രിസ്മസ് ഹാപ്പി 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 ക്രിസ്മസ് മേരി 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 ക്രിസ്മസ് ഹാപ്പി 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 ക്രിസ്മസ് മേരി 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 ക്രിസ്മസ് ഹാപ്പി 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 ക്രിസ്മസ് മേരി 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 ക്രിസ്മസ് വിപിനച്ച ഏകദേശം എനിക്ക് തോന്നുന്നു സ്വർഗത്തിൽ നിന്ന് മാലാഖമാരും എല്ലാവരും കൂടി ഇറങ്ങി വന്ന് ഒരുമിച്ച് പാടി നൃത്തം വെച്ച് ചെയ്ത ഒരു ഗാനമായിട്ടാണ് പെട്ടെന്ന് തോന്നിയത്. വളരെ ഹൃദയത്തിന് ഇങ്ങനെ സന്തോഷം. ക്രിസ്മസിൻ്റെ ഗാനം എന്ന് പറയുമ്പോൾ നമ്മൾ പല പല ഗാനങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അവർ സന്തോഷം ക്രിയേറ്റ് ചെയ്യുന്ന ഗാനങ്ങൾ വളരെ വളരെ റെയറായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. വൈബ് ഇങ്ങനെ ഇടിച്ചിടിച്ചിട്ട് നിൽക്കും. എനിക്കിങ്ങനെ അച്ഛൻ്റെ പാട്ട് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് ഡാൻസ് കളിച്ചാന്ന് പോലെ തോന്നിപ്പോയത്. നമ്മൾ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഇരുന്ന് ചില പാട്ടുകൾ നമുക്ക് ഇരുന്ന് നമുക്ക് അറിയാതെ എണീറ്റ് പോകും. ഞാൻ പാടുമ്പോൾ ഞാൻ തന്നെ കൺട്രോൾ പിടിച്ച് നിൽക്കുക. കാരണം ഈ പാട്ടിനൊരു വൈബുണ്ട്. അത് എഴുതിയ അല്ല ഒരു ഓർക്കസ്ട്രേഷൻ ഒരു മൂഡായിട്ട് പാടാൻ പറ്റും. മൊത്തത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എനർജറ്റിക് കുറെ ഈ പ്രാവശ്യം ക്രിസ്മസ് ആഘോഷങ്ങളിൽ കുറെ വീഡിയോസ് ഞാൻ ഇവരുടെ പല കുട്ടികളും യൂത്തും ഒക്കെ ഡാൻസ് കളിക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു പാട്ട്. അപ്പോൾ ഈ സമയത്ത് അനീഷ് അച്ഛൻ ഇതിൻ്റെ പിന്നിലുള്ള അനീഷ് അച്ഛനെയും അതുപോലെ സിൻഡോ ചെറമലച്ഛനെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ബഹുമാനപ്പെട്ട അലക്സാണ്ടർ കൊച്ചിക്കാരൻ വീട്ടിലച്ഛനെ നമുക്കറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനാണ്. നമുക്കൊക്കെ വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുള്ള, കൂടുതലായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൃപാസനം ബലിപീഠത്തിൽ വെച്ചാണ് നമ്മൾ അച്ഛനെ വേണ്ടി നമ്മൾ കണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ പ്രാർത്ഥനകൾ, അച്ഛൻ്റെ ശുശ്രൂഷ മേഖലകൾ ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. അച്ഛൻ്റെ മനോഹരമായ പാട്ട്, അച്ഛൻ്റെ പാട്ടുകളുടെ ഒരു പ്രത്യേകത, അച്ഛൻ്റെ ഒരു സോൾ അതിൻ്റെ അകത്തുണ്ട്. കാരണം അച്ഛൻ്റെ സംഗീതം, അച്ഛൻ്റെ വരികളൊക്കെ നമുക്ക് കൂടുതൽ അച്ഛൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃപാസന ശുശ്രൂഷ മാത്രമല്ല, അർത്തുങ്കപ്പള്ളിയിൽ കൊച്ചനായിരുന്നപ്പോൾ, അതുപോലെ ഇപ്പോൾ ഒറ്റമശ്ശേരിയിൽ 3 വർഷത്തെ വികാരിയായിട്ട് അവിടെ നടത്തുന്ന ഒത്തിരി വിശേഷങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട്. അച്ഛൻ്റെ പാട്ടുകൾ കേൾക്കാനുണ്ട്. വരുന്ന എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ശാലോം ടിവിയുടെ ഹെവൻലി മെലോഡീസിൻ്റെ പേരിൽ ഹൃദയപൂർവ്വം നന്ദി. അമ്മതൻ കൈത്തൊട്ടിലിൽ ചാഞ്ചക്കം മാടുന്നൊരാരോമൽ ഞാൻ
ഞാനൊന്നുറക്കെ കരഞ്ഞാൽ ഓടി വന്നമ്മ മുത്തം നൽകും. എൻ്റെ അമ്മേ കൃപാസനം നാഥേ, അമ്മതൻ കൈത്തൊട്ടിലിൽ ചാഞ്ചക്കം മാടുന്നോരാരോമൽ ഞാൻ.